സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യുന്നത് ഓയിൽ ഫ്രീ ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ ഈ ചിക്കൻ ഫ്രൈ തയ്യാറാക്കാനായിട്ട് ഞാൻ കുറച്ചധികം മസാലകൾ എടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് പറയാം. കുറച്ച് ചതച്ച മുളക്, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, കുരുമുളക് പൊടി, ചിക്കൻ മസാല, ഉപ്പ്. ഈ മസാലയുടെ കൂടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ആഡ് ചെയ്യാം. ഇനി വേണ്ടത് 2 തക്കാളി, 1 സവാള, 1 പച്ചമുളക്. ഇത് മൂന്നും കൂടി മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഞാൻ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം. അരച്ചെടുത്ത പച്ചമുളക്, തക്കാളി, സവാള ഇതും മൂന്നും ഈ മസാല പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. തക്കാളിയും സവാളയും അരച്ചെടുത്തതിൽ തന്നെ ആവശ്യത്തിന് വെള്ളമുണ്ട്. ഇനി നമുക്ക് കുറച്ച് നാരങ്ങാ നീരും കൂടെ ഒഴിച്ചു കൊടുക്കാം. അധികം പുളിയില്ലാത്ത കുറച്ച് തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനാണ് തൈര് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിവിടെ നാരങ്ങനീര്, തക്കാളി, തൈര് ഇത് മൂന്നും ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുളി കൂടിപ്പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ വെച്ചോ ഒരു സ്പൂണ് വെച്ചോ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. ഈ സമയം ഉപ്പ്, പുളി, എരിവൊക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുള്ള ഒരു മസാല കൂട്ടാണിത്. നമ്മളിത് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. നല്ല മണവും നല്ല ടേസ്റ്റും ഉള്ളൊരു മസാലയാണ് നമ്മളിപ്പോൾ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ ചിക്കനിലേക്കുള്ള മസാല ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ചിക്കൻ ഞാനിവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ പീസായിട്ട് എടുക്കാനായിട്ട് നോക്കുക. വലിയ പീസ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഉള്ളിൽ മസാലയൊക്കെ പിടിക്കാനായിട്ട് ചെറുതായിട്ടൊന്ന് കത്തി വെച്ച് വരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഒരു ഫോർക്ക് എടുത്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ചിക്കൻ പീസുകളൊന്ന് വേവിച്ചെടുക്കുവാണ്. ഒട്ടും വെള്ളം ചേർക്കാതെ ഒരു 5 മിനിറ്റ് ആവി കയറ്റി വേവിച്ചെടുക്കുവാണ്. മൺചട്ടിയിൽ വെച്ചാണ് വേവിച്ചെടുക്കുന്നത്. വേണമെങ്കിൽ ഒന്ന് സ്റ്റീം ചെയ്തെടുത്താലും മതി. സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ ചിക്കനിലേക്ക് ഇറങ്ങി വരുന്ന വെള്ളമൊക്കെ നഷ്ടപ്പെടും. അതിൻ്റെ ന്യൂട്രീഷൻസ് ഒക്കെ കുറയും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വേവിച്ചെടുത്ത് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് കുട്ടികൾക്കൊക്കെ കഴിക്കാനും വളരെ എളുപ്പമായിരിക്കും. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും നമ്മുടെ ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമെല്ലാം വറ്റി വന്നതിന് ശേഷം ഓരോ പീസായിട്ട് എടുത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന മസാല കൂട്ടിലേക്ക് ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കാം. കൈ വെച്ചോ സ്പൂൺ വെച്ചോ ഈ ചിക്കൻ പീസിലേക്ക് മസാലകളെല്ലാം നല്ല രീതിയിൽ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ചിക്കന് നല്ല ചൂടുണ്ട്. നമ്മളിപ്പം വേവിച്ച് എടുത്തതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് മസാലയൊക്കെ പുരട്ടി കൊടുക്കുന്നത്. കൈവച്ചാണെങ്കിലും കുഴപ്പമില്ല. മസാല കൂട്ട് ചിക്കനിൽ നല്ലപോലെ പൊതിഞ്ഞിരിക്കുന്ന രീതിയിൽ പുരട്ടി കൊടുത്തതിന് ശേഷം നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് വെക്കണം. ഞാനൊരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എടുത്തു. ഈ സമയം ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് കൈകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ രാവിലത്തെ ആവശ്യത്തിനാണെങ്കിൽ രാത്രി ഇതുപോലെ മസാല പുരട്ടി വെച്ച് കഴിഞ്ഞാൽ രാവിലെ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. രാത്രി കഴിക്കാനാണെങ്കിൽ ഉച്ചയ്ക്ക് ഇതുപോലെ സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പം മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ. ഇനി ചൂട് കട്ടിയുള്ളൊരു പാൻ എടുക്കാം. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. കാരണം നമുക്ക് അധികം ഓയിൽ യൂസ് ചെയ്യുന്നില്ല. ഞാനിവിടെ വളരെ കുറച്ച് മാത്രം ബട്ടറാണ് തൂവി കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോൺ സ്റ്റിക്ക് പാൻ ഉപയോഗിക്കാം. അല്ലെങ്കിൽ എയർ ഫ്രയർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാലും നല്ലതാണ്. അതല്ല ഗ്രില്ല് ചെയ്തെടുക്കാനാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഇതുപോലെ ഒരു പാനിലിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ്. ഓയിലൊന്നും ഒട്ടും യൂസ് ചെയ്യുന്നില്ല. ഇനി ഇത്രയേ ഉള്ളൂ. ഇനിയും ബട്ടറൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. പാനിൽ വെച്ച് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു മറിച്ചിട്ട് കൊടുത്തോണ്ടിരിക്കണം. അങ്ങനെ കുറച്ച് സമയം എടുത്ത് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഈ സമയം തീ വളരെയധികം കുറച്ച് വെച്ച് വേണം ചെയ്യാൻ. ഓയിൽ യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ നല്ല ക്വാളിറ്റിയുള്ള നോൺ സ്റ്റിക്ക് തവയുണ്ടെങ്കിൽ അതിൽ വെച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. അപ്പോൾ ഞാൻ ആദ്യത്തെ ട്രിപ്പ് ചിക്കൻ ഫ്രൈ ഇവിടെ അത് ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഞാൻ കുറച്ചധികം സമയം തിരിച്ച് മറിച്ച് വിട്ട് എല്ലാ സൈഡും ഒന്ന് മൊരിയിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ ചിക്കൻ പീസസും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. കുറച്ച് അധികം വലിയ പീസസ് ആയിട്ട് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എൻ്റെ കയ്യിലുള്ളത് അധികം വലിയ പീസല്ല. നിങ്ങൾ ചെയ്യുമ്പം നല്ല വലിയ പീസ്
എടുത്ത് ചിക്കൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നതായിരിക്കും എളുപ്പം. അതാണ് നമുക്ക് കഴിക്കാനും ടേസ്റ്റും ഒക്കെ അങ്ങനെ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളി ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒട്ടും ഓയിൽ ചേർത്തിട്ടില്ല, എന്നാൽ ഓയിൽ ചേർക്കാതെയാണ് ഫ്രൈ ചെയ്തതിന് കഴിക്കുമ്പോൾ അറിയേയില്ല കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്, അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരും വരെ ബൈ.